ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോങ് അഡ്വൈസ് അല്ലേ കൊടുക്കുന്നത്. ഇപ്പൊ എന്റെ കല്യാണത്തിൽ ഞാൻ എന്റെ ഭർത്താവ് ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അമ്മായിയമ്മ പറയണ കേട്ടിട്ടില്ലേ, ഞാൻ എന്റെ ഭർത്താവിനെ ഇങ്ങനെയാണ് നോക്കിയെന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും നാല് ചുറ്റും കിട്ടുന്നത്. ഒരു ഫ്രണ്ട് ആണെങ്കിൽ പോലും അവളുടെ ലൈഫ് അവളുടെ എക്സ്പീരിയൻസ് ആയിരിക്കും പറയുന്നത്. ഇവരെല്ലാരും കല്യാണം നടത്തുന്ന സമയത്ത് ഇത്രയും വരുമ്പോ അവരാരും കുടുംബ കോടതി വരണമെന്ന് വിചാരിച്ചിട്ടല്ല വരുന്നത്. കപ്പിൾ റെഡി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻഡിവിജ്വലി പോയി അറ്റൻഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതെ, വേറെ ആരുടെ സപ്പോർട്ടിന്റെ ആവശ്യമില്ല. അവരിപ്പോ ഫൈനാൻഷ്യലി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് പോയി അറ്റൻഡ് ചെയ്താൽ ഞാൻ എന്തുകൊണ്ടും എന്താ പറയാ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഐഷു, ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഇവർക്ക് ഒരു നേരത്തെ ഒന്ന് കൗൺസിലിംഗ് കിട്ടിയിരുന്നെങ്കിൽ, കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഇത്രയൊരു മോശം അവസ്ഥയിലേക്ക് വരില്ല എന്നാണ്. ഡിവോഴ്സ് കേസുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ആൾക്കാർ പാരന്റ്സ് തന്നെ വെഡിങ്ങിന് വേണ്ടിയിട്ട് വാരിക്കോരി സേവ് ദ ഡേറ്റ്, മെഹന്തി, അതിന് വേണ്ടിയിട്ട് ഒത്തിരി ചിലവാക്കുന്നു. പക്ഷെ ഇവർ ജീവിക്കണോ, ഇവരെങ്ങനെയാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിച്ച് പോവോ എന്നൊരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ പക്ഷെ നന്നായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഐഷുവിന്റെ അഭിപ്രായം എന്താ, ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ? അതെ, ശരിയാണ്. കാരണം ഇപ്പം ഈ ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയയും അതേപോലെ തന്നെ മൂവീസും വളരെയധികം എന്താ പറയുക ഓവർ എക്സ്പെക്ടേഷൻസ് ആണ് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് റൊമാൻറ്റിസൈസിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പൊ കുറച്ചും കൂടെ റിയാലിറ്റി ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാൾ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അത് മാത്രമല്ല തമ്മിൽ മനസ്സിലാക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്. കാരണം ബേസിക് ആയിട്ടുള്ള ആസ്പെക്ട് എന്ന് പറയുന്നത് അവർ തമ്മിൽ മനസ്സിലാക്കിയിട്ട് ഇതാണ് മുന്നോട്ട് പോകുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്, ഒരാളെ നെഗറ്റീവ്സ് ഇതാണ്, ഒരാളെ പോസിറ്റീവ്സ് ഇതാണ്. അപ്പൊ അതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ, കാരണം എപ്പോഴും ഒരു തേർഡ് പാർട്ടി എക്സ്പെർട്ട് ആയിട്ട് പറയുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് കാര്യം മനസ്സിലാവും. സോ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കുറച്ചും കൂടെ ഒന്ന് നോർമലൈസ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. മാം പറഞ്ഞ പോലെ ഈ മെഹന്തിക്കൊക്കെ അതിന്റെ ഇടയിൽ ഒരു മണിക്കൂർ മതിയാവും അതിന് വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോങ് അഡ്വൈസ് അല്ലേ കൊടുക്കുന്നത്. ഇപ്പൊ എന്റെ കല്യാണത്തിൽ ഞാൻ എന്റെ ഭർത്താവ് ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അമ്മായിയമ്മ പറയണ കേട്ടിട്ടില്ലേ, ഞാൻ എന്റെ ഭർത്താവിനെ ഇങ്ങനെയാണ് നോക്കിയെന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും നാല് ചുറ്റും കിട്ടുന്നത്. ഒരു ഫ്രണ്ട് ആണെങ്കിൽ പോലും അവളുടെ ലൈഫ് അവളുടെ എക്സ്പീരിയൻസ് ആയിരിക്കും പറയുന്നത്. അത് എത്രത്തോളം ഇവർക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ ഈ റോങ് അഡ്വൈസ് കിട്ടുന്നതിനെ കുറിച്ച്? അതെ, അതേപോലെ തന്നെ അത് കറക്റ്റ് ആണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് എല്ലാ ഗേൾസും മെയിൽസും ആയാലും ഫ്രണ്ട്സിനോട് പോയാൽ ചോദിക്കുന്നത് ഇതിന് എന്ത് ചെയ്യണം എന്നുള്ള. പക്ഷെ പലർക്കും പല എക്സ്പീരിയൻസസും പലർക്കും പല രീതിയിലുള്ള അത് ഈ രണ്ടുപേരുള്ള രീതിയിൽ മറ്റേ ലവ് ലാംഗ്വേജ് ആയാലും കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ആയാലും അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ആയാലും എല്ലാം ഡിഫറെന്റ് ആണ് ഓരോരുത്തരുടെ. അതുകൊണ്ട് അത് ബേസ് ചെയ്തിട്ടാണ് ഓരോരുത്തർ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് പെരുമാറുന്നത്. അപ്പം എല്ലാവർക്കും ഒരേ രീതിയിലുള്ള എന്താ പറയുക പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്ക് അല്ല അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ റോങ് അഡ്വൈസ്, അതേപോലെ തന്നെ ഈ ചില ഫീമെയിൽസ് അമ്മമാരോട് ചോദിക്കുന്ന ഒരു സ്വഭാവമുണ്ട്, മെയിൽസ് ആയാലും അമ്മമാരോട് ചോദിക്കുന്ന സ്വഭാവമുണ്ട്. അതിലും റോങ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളാണ് അവര് കണ്ടതായിരിക്കത്തില്ല ഇപ്പൊ കാണുന്നത്. അതേപോലെ തന്നെ ഈ എന്താ പറയാ വർക്ക് പ്രഷർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം ഒരു ഫാക്ടർ ആണ് ഇതിൽ. എത്ര സമയം വേണ്ടി ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ അറ്റൻഡ് ചെയ്ത് ഇപ്പൊ രണ്ടുപേരും വരണ്ടേ? അതേപോലെ തന്നെയാണെങ്കിലും ഓരോർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് സെക്ഷൻ എടുക്കുവോ, അതോ എങ്ങനെയാണത്? പ്രീ മാരിറ്റൽ യൂഷ്വലി ഒന്നിച്ചാണ് നമ്മൾ എടുക്കുന്നത്. അതായത് അത് ഡിപ്പെൻസ് ആണ്. ഇപ്പൊ അവർക്ക് 2-3 സെഷനോ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 സെഷൻ എടുക്കാം. പിന്നെ ചിലവർക്ക് അവർ തമ്മിൽ ചിലപ്പോൾ സെഷനിൽ വരുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവർ തമ്മിൽ ഉണ്ട് എന്നുള്ളവർ മനസ്സിലാക്കുന്നത്. അപ്പൊ ചിലപ്പോൾ ഒരു 4-5 സെഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരൊന്ന് ഓക്കെ ആവും, കല്യാണത്തിന് മുമ്പ് ഓക്കെ ആവണം എന്നുണ്ടെങ്കിൽ. പിന്നെ അല്ലാതെ ഇൻഡിവിജ്വൽ സെഷൻസ് ഒക്കെ നമ്മൾ അല്ലാതെ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്ക് ഇൻഡിവിജ്വലി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡിവോഴ്സ് കേസസിലാണെന്നുണ്ടെങ്കിൽ, അതായത് പ്രീ ഡിവോഴ്സ് കൗൺസിലിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വലിയും കൂടെ ഇടയ്ക്ക് സംസാരിക്കും. കപ്പിൾ തെറപ്പിയിൽ ഇൻഡിവിജ്വലും കൂടെ നമ്മൾ സംസാരിക്കും. അങ്ങനെയാണ്. അപ്പം പക്ഷെ പറയണേന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വെഡിങ്ങിന് ഇങ്ങനെ നിങ്ങൾ ആർഭാടം ചെയ്യുന്ന ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഐഷു. ഇവരെല്ലാരും കല്യാണം നടത്തുന്ന സമയത്ത് ഇത്രയും വരുമ്പോ അവരാരും കുടുംബ കോടതി വരണമെന്ന് വിചാരിച്ചിട്ടല്ല വരുന്നത്. അപ്പൊ ഇത്രയും ഇവർ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നവര് ഒറ്റ ദിവസമാണല്ലോ കൊണ്ട് തീരുന്നതല്ലല്ലോ മാരേജ്. വെഡിങ്ങിന് ആ ഡേ കൊണ്ട് തീരുന്നില്ല, പിന്നെയാണ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് എന്തുകൊണ്ടാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതെന്ന് ഞാൻ മനഃപൂർവ്വം, എനിക്കൊന്നും ഇവിടെ ഇല്ല, കോമൺ അല്ല, ഒട്ടും കോമൺ അല്ല. പിന്നെ എനിക്ക് തോന്നുന്നു ചില റിലീജിയൻസിൽ അവർ ഈ കല്യാണത്തിന് മുമ്പ് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടിലൊക്കെ, പക്ഷെ അതിലും എഗെയിൻ പാരന്റൽ ഇൻവോൾവ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാകുമ്പം ഇപ്പം സ്റ്റിഗ്മ ഒരുപാടാണ്, കൗൺസിലിങ്ങിനെ പറ്റിയുള്ള സ്റ്റിഗ്മ ഒരുപാടാണല്ലോ. പക്ഷെ അപ്പൊ ഈ കപ്പിൾ റെഡി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻഡിവിജ്വലി പോയി അറ്റൻഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. സപ്പോർട്ടിന്റെ ആവശ്യമില്ല. അവരിപ്പോ ഫൈനാൻഷ്യലി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പോയി അറ്റൻഡ് ചെയ്താൽ ഞാൻ എന്തുകൊണ്ടും എന്താ പറയാ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് വന്നിട്ട്. പിന്നെ രണ്ടുപേരും അഡൾട്ട് ആയിട്ടുള്ള രണ്ടുപേരാണ് അവർ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്. രണ്ടുപേർക്കും ആഗ്രഹമുണ്ട് മുന്നോട്ട് പോകണമെന്നുണ്ട് എങ്കിൽ ബാക്കിയുള്ള ഒരു കാര്യം നോക്കാതെ അവരുടെ സാലറി ഇത് കുറച്ചെങ്കിലും മാറ്റി, ഇത് എത്രയായാലും വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് കുറച്ച് സമയവും മതി, അതൊന്ന് അറ്റൻഡ് ചെയ്യേണ്ടത് നല്ലതായിരിക്കും അല്ലേ?